മുസ്ലിം വോട്ടർമാർ പരമാവധി ഇത്തവണ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് SIR-മായി ബന്ധപ്പെട്ട് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള പ്രചരണങ്ങളിലൂടെയാണ് ഈ വോട്ടർമാർ യഥാർത്ഥത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അപ്പോൾ അത് വലിയൊരു ശതമാനം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട്. അവരൊക്കെ ഭരണവിരുദ്ധം, അതായത് പിണറായി സർക്കാരിനെതിരെ പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരാനുള്ള താല്പര്യങ്ങൾക്കാണ് വോട്ട് ചെയ്തത് എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് തരംഗമായിട്ട് മാറും, ഒരു സംശയവുമില്ല. ഈ പറയുന്നത് പോലെ UDF-ന് വലിയ വിജയത്തിലേക്ക് നയിക്കും. പക്ഷേ അവർ എന്തിനാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് എന്ന് റിസൾട്ടിന് ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ. UDF പറയുന്നത്, PD സതീശൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് 100 സീറ്റ് കടക്കുമെന്നാണ്. അത് നേരത്തെ ആരോപിക്കപ്പെടുന്നത് പോലെ PD സതീശൻ BJP-യുമായി നടത്തിയ ഡീലിംഗോ RSS-ഉമായിട്ട് നടത്തിയ ഡീലിംഗോ പ്രകാരമാണോ ഇത്തരം സംസാരിക്കുന്നത് എന്നുള്ള സംശയമാണ്. മറ്റൊന്ന്, ഈ CPM വിമതരുമായിട്ട് VD സതീശൻ 1 വർഷം മുമ്പ് തന്നെ ചർച്ചകൾ നടത്തി എന്ന് VD സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ അതും വർഷങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുണ്ട്. അതിനിടയിൽ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്താത്ത ചർച്ചകൾ എവിടെയൊക്കെ ആരൊക്കെ ആയിട്ട് നടത്തി, എത്ര വോട്ട് തിരിച്ചും മറിച്ചും വാങ്ങി എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്. ഇതാണ് അതിൻ്റെ ഒരു റൂട്ട് എന്നുള്ളത്. പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ്. കാസർഗോഡ് ജില്ലയിലെ നിയമസഭാ സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന, ഇഞ്ചോടിഞ്ച് പോരാട്ടം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന BJP ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മഞ്ചേശ്വരമാണ് ഒന്നാമതായി പറയാനുള്ളത്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ 750 വോട്ടിന് പരാജയപ്പെട്ട K. സുരേന്ദ്രൻ BJP-ക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ AKM അഷ്റഫ് എന്ന സിറ്റിംഗ് MLA തന്നെയാണ് UDF-ന് വേണ്ടി രംഗത്തുള്ളത്. ജയാനന്ദൻ എന്ന സ്ഥാനാർത്ഥിയാണ് CPM-ന് വേണ്ടി രംഗത്തുള്ളത്, LDF-ന് വേണ്ടി.